ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇത് നമ്മളുടെ ചാനലിലെ ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ ആണ്. ഇത് എനിക്ക് നേരത്തെ ചെയ്ത ഒരു ഓർഡറിൻ്റെ കൂടെ അവർ വേറെ രണ്ടാമത് ഓർഡർ ചെയ്ത കുറച്ച് സ്റ്റിക്കേഴ്സാണ്, നെയിം സ്ലിപ്പാണ്. ഇത് വന്നിട്ട് അവർ 2 പാറ്റേണാണ് ഇവർ ഓർഡർ ചെയ്തത്. ഈ ഒരു പാറ്റേണും പിന്നെ ആദ്യം കാണിച്ച ആ ഒരു പാറ്റേണാണ് അവർ ഓർഡർ ചെയ്തത്. അതുകൂടാതെ തന്നെ ഈ ഒരു നെയിം സ്ലിപ്പിൻ്റെ കൂടെ അവർ ബോട്ടിലും ടിഫിൻ ബോക്സിലൊക്കെ തന്നെ ആഡ് ചെയ്യാൻ പറ്റിയ സ്റ്റിക്കർ ചെയ്യാൻ പറ്റിയ സ്റ്റിക്കേഴ്സും ഇതുണ്ട്. ഇതിനകത്ത് നെയിമും നമ്പറും ഡിവിഷനുമാണ് കൊടുത്തിട്ടുണ്ട്, ക്ലാസ്സും കൊടുത്തിട്ടുണ്ട്. കുഞ്ഞു കുട്ടികൾക്കൊക്കെ ബോട്ടിലും ടിഫിൻ ബോക്സൊക്കെ മാറിക്കൊണ്ടുവരുന്നതിന് പകരമായിട്ടാണ് ഇങ്ങനെ ഒട്ടിച്ച് വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ ഇതൊരു പ്ലാസ്റ്റിക് ബേസ്ഡ് മെറ്റീരിയലാണ്. അതുപോലെ കംപ്ലീറ്റ്ലി വാട്ടർ പ്രൂഫാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. ഒരാൾക്ക് കൊടുക്കുന്നത് അപ്പം നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ഇതിനൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ വാട്ടർ പ്രൂഫാണോ എന്നൊന്നും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, ഇതിനകത്ത് ഇട്ട് നോക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ വെള്ളം ഒഴിച്ച് നോക്കിയിട്ടും ഇതിനകത്തുനിന്നൊന്നും പോരുന്നൊന്നുമില്ല, നമ്മൾ ഇളകി പോകുന്നൊന്നുമില്ല സ്റ്റിക്കർ. അതുപോലെ തന്നെ സൈഡിൽ നിന്ന് അലിഞ്ഞു പോകുന്നതുമില്ല. ഇത് നമ്മൾ ഒട്ടിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം വീണാലും ഇത് നമ്മൾ സൈഡിൽ നിന്ന് അലിഞ്ഞു പോകുന്ന പേപ്പർ ടൈപ്പ് അല്ല, കുറച്ച് പ്ലാസ്റ്റിക് പീസ് ആയതുകൊണ്ട് അതിൻ്റെ ക്വാളിറ്റി ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ ചെയ്യുമ്പോൾ അറിയാൻ പറ്റുന്ന ശബ്ദം കേൾക്കുമ്പോൾ നല്ല കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിക് അതിനകത്ത് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യത്യാസം നമുക്കത് മനസ്സിലാവുന്നുണ്ട്. ഈ പീസസ് നമ്മളുടെ നെയിം സ്ലിപ്പിൻ്റെ വലിയ ഷീറ്റിൽ നിന്ന് ബാക്കി വന്ന പീസസാണ്. അപ്പോൾ ഞാൻ ക്ലാസ് റൂമിൽ കുറച്ച് സാധനങ്ങൾ ബോക്സസ് ആക്കി വെച്ചിട്ടുണ്ട്, സെപ്പറേറ്റ് ആക്കിയിട്ട് ഓരോന്നും അതായത് ബോക്സ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കളക്ട് ചെയ്തേക്കുന്ന പല കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഹാമ്പർ സെറ്റ് ചെയ്യുമ്പോൾ കാർട്ടിലൊക്കെ സ്റ്റിക്ക് ചെയ്യാറുണ്ട് ചില സ്ഥലങ്ങൾ. അപ്പോൾ അതിനൊക്കെ വേണ്ടി ഞാൻ എൻ്റെ പേഴ്സണൽ ഇഷ്ടത്തിനൊക്കെ വേണ്ടി സൂക്ഷിച്ച് വെച്ചിരുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുപോലെ ഒരു വാഷി ടാപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഞാനിങ്ങനെ നെയിം എഴുതി, അതായത് നെയിംസ് എഴുതിയിട്ട് അതിനകത്ത് ടാഗ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് എഴുതാൻ പറ്റുമോ എന്നുള്ളതും കൂടെ നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ എഴുതാമെന്ന് വിചാരിച്ച് ഈ ഓരോ ബോക്സസിലാക്കി വെക്കുന്നത്. ഇത് വാഷി ടേപ്സും കുറച്ച് ത്രെഡൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളത്, പിന്നെ നമ്മുടെ ഇതിൻ്റെ ലോഗോസും ഇതിൻ്റെ സ്റ്റിക്കേഴ്സും ഉണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് വെച്ചേക്കുന്ന ഒരു ബോക്സാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ ആ സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഈ ബോക്സസിൽ വന്നിട്ട് നമുക്ക് സാറ്റൻ റിബൺസും പിന്നെ കുറച്ച് തന്നെ വേറെ പാറ്റേൺസുകളും റിബൺസും കാര്യങ്ങളൊക്കെയാണ് ഈ ബോക്സിൻ്റെ അകത്ത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ സ്റ്റിക്കർ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് എഴുതാൻ പറ്റുമെന്ന് നോക്കണം. അപ്പോൾ അതാണ് മെയിൻ സംഭവം. നമ്മൾ നെയിം സ്ലിപ്പിൽ എഴുതണമല്ലോ, കുറച്ച് നെയിംസും ബാക്കിയൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള പോലെ തന്നെ ഇത് എഴുതാൻ പറ്റുമെന്ന് നോക്കണം. എഴുതാനൊക്കെ സിമ്പിളാണ്. പിന്നെ ഇത് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് എഴുതാൻ കുറച്ച് പാടുണ്ടായിരുന്നു. ഒട്ടിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ബോക്സ് ആയതുകൊണ്ടാണ്, ബുക്സിലാകുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. എല്ലാത്തിലും എഴുതാൻ പറ്റുന്നുണ്ട്, വേറെ സ്പഞ്ചൊന്നും ആവുന്നില്ല. ഒന്ന് കാണിക്കാം. ഇതിനകത്ത് എഴുതുന്നതിനൊന്നും പ്രശ്നമില്ല. ഇതിങ്ങനെ മാഞ്ഞു പോകുന്നൊന്നുമില്ല, എഴുതാതെ തെളിയാതിരിക്കുന്നുമില്ല, എഴുതാൻ പറ്റുന്നുണ്ട്. നോർമലി നമുക്ക് പേപ്പറിൽ എഴുതണ പോലെ തന്നെ എഴുതാൻ പറ്റുന്നുണ്ട്. നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഈസിയായിട്ട് തന്നെ എഴുതാനും എല്ലാത്തിനും പറ്റുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഓർഡറിന് പാക്ക് ചെയ്യാം.